നെറ്റ് ബാങ്കിംഗ് വഴി പണം ട്രാൻസ്ഫർ ചെയ്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നഗരത്തിലെ കടയിൽ നിന്ന് വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശിയായ അഭിഷേകാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18-ന് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും ഇയാൾ 2 ലക്ഷം രൂപ വില വരുന്ന 2 ആപ്പിൾ ഐഫോണുകൾ വാങ്ങിയിരുന്നു. കടയുടമ അക്കൗണ്ടിലേക്ക് തുക RTGS നെഫ്റ്റ് ചെയ്ത് രസീത് കാണിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ പണം അക്കൗണ്ടിൽ എത്തിയില്ല. 2 മണിക്കൂർ കാത്തിരുന്ന ശേഷം അഭിഷേകിന്റെ അക്കൗണ്ടിലെ പണമിടപാട് രേഖകൾ കാണിച്ചു. കടയുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതായി ഇടപാടിൽ കണ്ടു. ജീവനക്കാരൻ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ നെറ്റ്വർക്ക് പ്രശ്നമാകുമെന്നും അറിയിച്ചതോടെ ഇയാൾ പോയി. എന്നാൽ 19-നും കടയിലെ അക്കൗണ്ടിൽ പണം എത്തിയില്ല. വിവരം അറിയിച്ചപ്പോൾ പണം നേരിട്ട് എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. സംഭവത്തെ തുടർന്ന് കടയുടമ ഫറൂഖ് പോലീസിൽ പരാതിയും നൽകി. SI അനൂപിന്റെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷണം ആരംഭിക്കുകയും കോഴിക്കോട് ദുബായ് ബസാറിൽ 3 ഫോണുകളും വിൽപ്പന നടത്തുകയും ചെയ്തതായി പോലീസിന് വിവരം ലഭിച്ചു. പ്രതിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പ്രതി കാസർഗോഡേക്ക് കടന്നതായി വിവരം ലഭിച്ചു. കാസർഗോഡ് ടൗൺ SIയുടെ നേതൃത്വത്തിൽ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് എത്തിച്ചു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മെയ് മാസം, ഈ വർഷം തന്നെ മെയ് മാസം കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ സമാനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്ന് പിടിക്കപ്പെട്ട് 13 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ വളപട്ടണം സ്റ്റേഷനിലും പ്രതിക്ക് മറ്റൊരു കേസ് ഉള്ളതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതി ഈ ഒരു മോഡസാണ്, അതായത് സാധനം വാങ്ങിച്ചതിന് ശേഷം ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയതായിട്ട് വരുത്തി തീർക്കും. അത് കടയുടമ അപ്പോൾ വിചാരിക്കും ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നു എന്ന് കരുതും. പക്ഷേ ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രതി പറയും 1-2 ദിവസത്തിനുള്ളിൽ അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും എന്നൊരു വിശ്വാസം കൊടുത്ത് വിശ്വാസം നൽകിയതിന് ശേഷം സാധനവുമായിട്ട് മുങ്ങുന്ന ഒരു പ്രവണതയാണ്. അത്തരത്തിലാണ് ഈ 3 ഐഫോണുമായിട്ട് ഇയാൾ കടന്നു കളഞ്ഞിട്ടുള്ളത്. ഫറൂഖ് ഇൻസ്പെക്ടർ TS ശ്രീജിത്ത്, SI അനൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷനും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത്. പിടികൂടിയ പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.